ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് എന്നല്ല കേട്ടോ, ഒരു നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ആണ്. 2 ദിവസമായിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു ചേച്ചി വന്നിട്ട്, ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്നും അറിയില്ല, വന്നിട്ട് ഭയങ്കര നെഗറ്റീവടി ആട്ടോ. ഞാൻ ഒരു കമൻറ്റ് ഡിലീറ്റ് ആക്കും, പുള്ളിക്കാരി അടുത്ത വീഡിയോയിൽ നിന്ന് അടുത്ത കമൻ്റ് ഇടും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് ഒരു മണ്ടത്തരം പറ്റി, സ്ക്രീൻഷോട്ട് എടുത്തില്ല. ഞാനതിൽ തന്നെ പുള്ളിക്കാരിക്ക് റിപ്ലൈ ചെയ്തപ്പോൾ, ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് റിപ്ലൈ ചെയ്തപ്പോൾ പുള്ളിക്കാരി കമൻ്റൊക്കെ ഡിലീറ്റാക്കി പോയി. എനിക്ക് പറ്റിയ മണ്ടത്തരമാണ്, ഞാൻ ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി എന്തിനാണ് ഇങ്ങനെ വന്ന് നെഗറ്റീവ് അടിക്കണതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ മാന്യമായിട്ടുള്ള വീഡിയോസാണല്ല ചെയ്യണത്. ആരെ കളിയാക്കാനോ ഹെയ്റ്റോ അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ പുള്ളി എന്തിനാണ് എന്നെ ഇത്ര ഇതാക്കി പറയണതെന്ന് എനിക്കറിയാൻ പാടില്ല. സിന്ധു എന്നാണ് പേര്. എൻ്റെ ഇനിഷ്യലോ കാര്യങ്ങളോ എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. പുള്ളിക്കാരിക്ക് റിപ്ലൈ എടുത്തു, പുള്ളിക്കാരി അപ്പം തന്നെ കമൻറ്റ് ഡിലീറ്റാക്കി പോയി. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരപ്പം തന്നെ പുള്ളിക്കാരി കമൻറ്റ് ഡിലീറ്റാക്കി പോയി. പുള്ളിക്കാരിയുടെ ഒരു കമൻറ്റ് ഇങ്ങനെ കേട്ടോ, തടിച്ച് വെറുതെ തിന്ന് ജീവിക്കണേണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഫുഡ് കഴിച്ചാൽ മാത്രമല്ല നമുക്ക് വണ്ണം വെക്കുക. എന്തെങ്കിലും PCOD അങ്ങനെയുള്ള അസുഖങ്ങളുള്ളപ്പോഴും നമുക്ക് വണ്ണം വെക്കും, അല്ലാതെ തിന്നാൽ മാത്രം വണ്ണം വെക്കുള്ളൂ എന്നൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരത്തിയുടെ ഒരു കമൻ്റാണ്, ഐശ്വര്യ റായി ആണെന്നാണ് വിചാരം. ഞാനങ്ങനെ ഇവിടെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഐശ്വര്യ റായി ആണെങ്കിൽ മാത്രം നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ? നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് വീഡിയോസ് ഇടണ്ടേ? നിങ്ങൾ തന്നെ ഇങ്ങനെ പുതിയ യൂട്യൂബേഴ്സിനെ ഇങ്ങനെ തളർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യും? എല്ലാവർക്കും ജീവിക്കണ്ടേ? എല്ലാവരും വീഡിയോ ചെയ്യുന്നത് ഫേമസ് ആവാനും അതുപോലെ തന്നെ ക്യാഷ് കിട്ടാനും അതിനൊക്കെ വേണ്ടിയത്. ഞാനും അതുപോലെയൊക്കെ തന്നെയാണ്. ഞാൻ ഐശ്വര്യ റായി അല്ലെങ്കിലും എനിക്ക് എൻ്റെ ഇതിലൊരിതുണ്ട്, എല്ലാവർക്കും സെൽഫ് ലവ് വേണം. എന്നാലേ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ സ്നേഹിക്കാനായിട്ടാണ്? നമ്മളെ തന്നെ സ്നേഹിക്കുക. അത് ചേച്ചിക്കില്ലെങ്കിൽ ചേച്ചി ആദ്യം അങ്ങനെ ചെയ്യണം. നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം, അതാണ് വേണ്ടത്. പിന്നെ പുള്ളിക്കാരത്തിയുടെ വേറൊരു കമൻ്റാട്ടോ, എന്താണ് ഈ തിന്നണതും കുടിക്കണതൊക്കെ എന്തിനാ വീഡിയോ ഇടുന്നത്? ഇപ്പോഴുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്യണത്, ഞാൻ മാത്രമല്ല. അപ്പോൾ എല്ലാവർക്കും പണത്തിനും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് അല്ലാതെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആളുകൾ വീഡിയോ എടുക്കണം. പിന്നെന്താണ് വൃത്തികെട്ട ശവം അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് വൃത്തികേടാണ് ചേച്ചി കാണിച്ചത്? ചേച്ചി എന്ന് പറയാമോ, ഞാൻ എൻ്റെ വീഡിയോയിൽ എന്ത് വൃത്തികേടാണ് കാണിച്ചത്? അപ്പോൾ കുറേ പേര് നല്ല സപ്പോർട്ടീവായിട്ടുണ്ട്. ഇങ്ങനെയുള്ള 1-2 എനിക്ക് ഇതുവരെ വീഡിയോ ഇട്ടതിൽ ഈ ചേച്ചിയായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത്രയും ഇതായിട്ട് വീഡിയോ ചെയ്യണം. ഒന്നില്ലെങ്കിൽ എന്നെ അറിയണ ആരെങ്കിലും ആയിരിക്കും, അല്ലാതെ ഇത്രയും ഹെയ്റ്റ് വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അത്രയും മാന്യമായിട്ടാണ് ഞാൻ വീഡിയോസ് ഇടാറ്. ഡ്രസ്സിങ്ങിലാണെങ്കിലും അല്ലാത്തത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടേ വീഡിയോ ഇടാറുള്ളൂ. ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അങ്ങനത്തെ വീഡിയോ ഒന്നും ഇതുവരെയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പിന്നെ എന്താണ് ഈ ചേച്ചി ഇങ്ങനെ എന്നെ മാത്രമല്ല, ചിലപ്പോൾ ഈ ചേച്ചി വേറെ ആൾക്കാരും പറയുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയാണ് ഈ ചേച്ചിയുടെ നമ്മളോടുള്ള പെരുമാറ്റം. ഇങ്ങനത്തെ ആൾക്കാരുള്ളപ്പോൾ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് എങ്ങനെ വീഡിയോസ് ചെയ്യും? നമ്മൾ ആകെ തുടങ്ങി വരുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ ചേച്ചിയുടെ കമൻറ്റ് ഒന്നുകൊണ്ട് ഞാൻ വീഡിയോസ് നിർത്താൻ പോകുന്നില്ല. ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കെന്തായാലും ഇതിൽ യൂട്യൂബിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, ഇതിൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ ഞാൻ വീഡിയോസ് എന്തായാലും നിർത്തില്ല ചേച്ചി. അപ്പോൾ ഈ ചേച്ചിയുടെ പേര് സിന്ധു എന്നാട്ടോ. എനിക്ക് ഫുള്ളായിട്ടുള്ള എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല, ID കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഈ ചേച്ചി ഇനി കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല മറുപടി ഞാൻ തരും കേട്ടോ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കല്ല, ഈ നെഗറ്റീവേഴ്സിനാണ് ഞാൻ ഈ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.